നമസ്കാരം, എല്ലാവർക്കും നോട്ട് ഫോർ പീസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 15 ചോദ്യങ്ങളേ ഉള്ളൂ. 15 ചോദ്യങ്ങളെ എടുത്തിട്ടുള്ളൂ. നമ്മൾ ആ ചോദ്യം 10 ആയാലും 15 ആയാലും പഠിക്കുന്നത് വൃത്തിക്ക് നമ്മൾ പഠിച്ചു പോകണം. അല്ലാതെ നമ്മൾ ഒത്തിരി അങ്ങ് പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ പഠിക്കുന്നത് എന്താണോ അത് നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് വെറും 15 ചോദ്യങ്ങളാണ്. ഈ 15 ചോദ്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചു പോകും. അപ്പോൾ നമുക്ക് തുടങ്ങാം. മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ഒന്നാമത്തെ ചോദ്യം, 2026 ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ISO ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ അംഗീകാരം ലഭിച്ച കേരള സർക്കാരിന്റെ ഇന്റർനെറ്റ് പദ്ധതി. 2026 ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ അംഗീകാരം ലഭിച്ച കേരള സർക്കാരിന്റെ ഇന്റർനെറ്റ് പദ്ധതി. കേരള സർക്കാരിന്റെ ഇന്റർനെറ്റ് പദ്ധതിയുടെ പേരെന്താണ്? കെ-ഫോൺ. കെ-ഫോണിന്റെ ഫുൾ ഫോം എന്താണ്? കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നാണ് കെ-ഫോണിന്റെ മുഴുവൻ പേര്. കെ-ഫോണിന്റെ മുഴുവൻ പേരെന്താണ്? കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. അപ്പോൾ 2026 ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ അംഗീകാരം ലഭിച്ച കേരള സർക്കാരിന്റെ ഇന്റർനെറ്റ് പദ്ധതിയുടെ പേരെന്താണ്? കെ-ഫോൺ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത ജുഡീഷ്യറി സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത ജുഡീഷ്യറി സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ്? സിക്കിമിനെയാണ് പ്രഖ്യാപിച്ചത്. ഏത് സംസ്ഥാനത്തിനെയാണ്? സിക്കിമിനെയാണ് പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത ജുഡീഷ്യറി സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് സിക്കിമിനെയാണ്. അപ്പൊ അടുത്തത് നോക്കിക്കോ, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത ജുഡീഷ്യൽ ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത ജുഡീഷ്യൽ ജില്ല ഏതാണ്? കൽപ്പറ്റ, വയനാടാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത ജുഡീഷ്യൽ ജില്ല. അപ്പൊ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് സംസ്ഥാനം, ഒന്ന് ജില്ല. കടലാസ് രഹിത ജുഡീഷ്യറി സംസ്ഥാനവും കടലാസ് രഹിത ജുഡീഷ്യൽ ജില്ലയും. സിക്കിമും കൽപ്പറ്റ, വയനാട്, ഇത് രണ്ടുമാണ്. അടുത്തത് നോക്കാം. ഗിഗ് തൊഴിലാളികൾക്കായി ഡിജിറ്റൽ പരാതി പരിഹാര സംവിധാനം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഗിഗ് തൊഴിലാളികൾക്കായിട്ട് ഡിജിറ്റൽ പരാതി പരിഹാര സംവിധാനം ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. കർണാടകയിലാണ് ഗിഗ് തൊഴിലാളികൾക്കായിട്ട് ഡിജിറ്റൽ പരാതി പരിഹാരം സംവിധാനം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഓക്കെ അല്ലേ? ഗിഗ് തൊഴിലാളികൾക്കായിട്ട് ഡിജിറ്റൽ പരാതി പരിഹാര സംവിധാനം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടക. എന്നാൽ അടുത്ത ചോദ്യം നോക്കാം. 2026 ഏപ്രിലിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്തർപ്രദേശിലെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ. 2026 ഏപ്രിലിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്തർപ്രദേശിലെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ. ഉത്തർപ്രദേശിലെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേയുടെ പേരെന്താണ്? ഗംഗ എക്സ്പ്രസ് വേ. 594 കിലോമീറ്റർ ആണ്. ഉത്തർപ്രദേശിലാണ്. മീററ്റിനെ പ്രയാഗ്രാജുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ഉത്തർപ്രദേശിലെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ഏതാണ്? ഗംഗ എക്സ്പ്രസ് വേ ആണ്. 594 കിലോമീറ്റർ ആണ്. അടുത്തത്, 2026 മെയ് മാസത്തിൽ അസം മുഖ്യമന്ത്രിയായി രണ്ടാം തവണയും അധികാരമേറ്റത്. 2026 മെയ് മാസത്തില് അസം മുഖ്യമന്ത്രിയായിട്ട് രണ്ടാം തവണയും അധികാരമേറ്റത് ഹിമന്ത ബിശ്വ ശർമ്മ. ആരാണ്? ഹിമന്ത ബിശ്വ ശർമ്മ രണ്ടാം തവണയും മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റു. ഏത് സംസ്ഥാനത്ത്? അസമിലെ രണ്ടാം തവണയും മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ഹിമന്ത ബിശ്വ ശർമ്മ. അടുത്തത്, വിശാഖപട്ടണം ആസ്ഥാനമായി പൂർണ്ണ തോതിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ 18ാമത്തെ റെയിൽവേ സോൺ. വിശാഖപട്ടണം ആസ്ഥാനമായി പൂർണ്ണ തോതിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ എത്രാമത്തെയാണ്? 18ാമത്തെ റെയിൽവേ സോണാണ്. ഇന്ത്യയുടെ 18ാമത്തെ റെയിൽവേ സോണാണ്. ആസ്ഥാനം എവിടെയാണ്? വിശാഖപട്ടണം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ 18ാമത്തെ റെയിൽവേ സോൺ ഏതാണ്? സൗത്ത് കോസ്റ്റ് റെയിൽവേ. ഏതാണ്? സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ് ഇന്ത്യയുടെ 18ാമത്തെ റെയിൽവേ സോൺ ആണ്. എവിടെ ആസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്? എവിടെയാണ്?
വിശാഖപട്ടണം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. അപ്പോൾ നോക്കിക്കോ, ദക്ഷിണ റെയിൽവേ, കിഴക്കൻ തീരദേശ റെയിൽവേ എന്നിവയുടെ നിശ്ചിത ഭാഗങ്ങൾ സംയോജിപ്പിച്ചാണ് പുതിയ സോണിന് രൂപം നൽകിയിട്ടുള്ളത്. ഇതിന്റെ പരിധിയിൽ വരുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, തമിഴ്നാട്. നമ്മൾ കേരളം ഒഴിച്ച് ബാക്കി 4 സംസ്ഥാനങ്ങളെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, തമിഴ്നാട്. അപ്പൊ ഇതൊക്കെയാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ കീഴിൽ വരുന്ന സംസ്ഥാനങ്ങൾ. വിശാഖപട്ടണം ആസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. 18ാമത്തെ റെയിൽവേ സോൺ ആണ്. ഓക്കെ, അടുത്തത് മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോം. മാതൃശിശു ആരോഗ്യ സംരക്ഷണം എന്താണ്? മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? ജനനി. എന്താണ് ജനനി? എന്താണ്? മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോം ആണ് ജനനി. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ മെത്തനോൾ ഉൽപാദന പ്ലാന്റ് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ മെത്തനോൾ ഉൽപാദന പ്ലാന്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ മെത്തനോൾ ഉൽപാദന പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഏതാണ്? ദീൻ ദയാൽ തുറമുഖം. ദീൻ ദയാൽ തുറമുഖം. ഗുജറാത്തിലെ ദീൻ ദയാൽ തുറമുഖത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ മെത്തനോൾ ഉൽപാദന പ്ലാന്റ് നിലവിൽ വരുന്നത്. 10ാമത്തെ ചോദ്യം, അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ ആൽഗെ ട്രീ സ്ഥാപിച്ചത് എവിടെയാണ്? അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ആൽഗെ ട്രീ. ഇന്ത്യയിലെ ആദ്യത്തെ ആൽഗെ ട്രീ എവിടെയാണ്? ഭോപ്പാലിലെ സ്വാമി വിവേകാനന്ദ പാർക്കിലാണ് സ്ഥാപിച്ചത്. എവിടെയാണ്? ഭോപ്പാലിലെ സ്വാമി വിവേകാനന്ദ പാർക്കിലാണ് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ആൽഗെ ട്രീ സ്ഥാപിച്ചത്. ഈ ആൽഗെ ട്രീ എന്ന് പറയുന്നത് എന്താണ്? ഒരു യഥാർത്ഥ മരമല്ല. ഇതൊരു സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ആർട്ടിഫിഷ്യൽ ബയോറിയാക്ടർ ആണ്. ഇതിൻ്റെ അകത്ത് മൈക്രോ ആൽഗകളുണ്ട്. ഈ മൈക്രോ ആൽഗകൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് പ്രകാശ സംശ്ലേഷണം നടത്തി ഓക്സിജനെ പുറത്തുവിടും. അപ്പോൾ അങ്ങനെ അന്തരീക്ഷ വായു ശുദ്ധീകരിക്കാൻ കഴിയും. ഒരു ആൽഗെ ട്രീ എന്ന് പറയുന്നത് 25 വലിയ മരത്തിന് തുല്യമാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആൽഗെ ട്രീ സ്ഥാപിച്ചത്. എവിടെയാണ് ആദ്യമായിട്ട് സ്ഥാപിച്ചത്? ഭോപ്പാലിലാണ്. ഭോപ്പാലിൽ എവിടെയാണ്? സ്വാമി വിവേകാനന്ദ പാർക്കിലാണ് സ്ഥാപിച്ചത്. അടുത്തത്, കേരള സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് പഠിച്ച് ധവളപത്രം തയ്യാറാക്കാൻ 2026 നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ. കേരള സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് പഠിച്ച് ധവളപത്രം തയ്യാറാക്കാൻ 2026 നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ. ചോദ്യത്തിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ വായിക്കുമ്പോൾ കറക്റ്റായിട്ട് വായിക്കാം. കേരള സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് പഠിച്ച് ധവളപത്രം തയ്യാറാക്കാൻ 2026 നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ കെ എം ചന്ദ്രശേഖരൻ. ഡോക്ടർ കെ എം ചന്ദ്രശേഖർ. ഡോക്ടർ കെ എം ചന്ദ്രശേഖർ ഏത് സമിതിയുടെ അധ്യക്ഷനാണ്? കേരള സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് പഠിച്ച് ധവളപത്രം തയ്യാറാക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ കെ എം ചന്ദ്രശേഖർ. ഡോക്ടർ കെ എം ചന്ദ്രശേഖർ. അടുത്തത്, കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെയും മന്ത്രിമാരുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഏകാംഗ കമ്മീഷൻ. കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെയും മന്ത്രിമാരുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഏകാംഗ കമ്മീഷന്റെ പേരെന്താണ്? ഉത്തരം ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനാണ് കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെയും മന്ത്രിമാരുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഏകാംഗ കമ്മീഷൻ. സർക്കാർ നിയോഗിച്ച ഏകാംഗ കമ്മീഷൻ. അടുത്തത്, ഇന്ത്യയിൽ ഈസ് ഓഫ് ഡൂയിങ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ. ഈസ് ഓഫ് ഡൂയിങ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന. ഇന്ത്യയിലെ ഈസ് ഓഫ് ഡൂയിങ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന ഏതാണ്? നീതി ആയോഗ്. നീതി ആയോഗ് ആണ് ഇന്ത്യയിലെ ഈസ് ഓഫ് ഡൂയിങ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇന്ത്യ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന. അടുത്ത 2 ചോദ്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. സംസ്ഥാനത്ത് അഴിമതി തുടച്ചു നീക്കുന്നതിനായി കേരള സർക്കാർ പുതുതായി ആരംഭിച്ച പദ്ധതി. സംസ്ഥാനത്ത് അഴിമതി തുടച്ചു നീക്കുന്നതിനായി കേരള സർക്കാർ പുതുതായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്ട് സീറോ. കേരള സംസ്ഥാന വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. അഴിമതി തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
ഇനി അടുത്തത്, കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയകളെയും ലഹരി വ്യാപനത്തെയും അടിച്ചമർത്തുന്നതിനായി കേരള ആഭ്യന്തര വകുപ്പും കേരള പോലീസും ചേർന്ന് ആരംഭിച്ച ഏറ്റവും പുതിയ പദ്ധതി എന്താണ്? കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയകളെയും ലഹരി വ്യാപനത്തെയും അടിച്ചമർത്തുന്നതിനായി കേരള ആഭ്യന്തര വകുപ്പും കേരള പോലീസും ചേർന്ന് ആരംഭിച്ച ഏറ്റവും പുതിയ പദ്ധതി എന്താണ്? ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട്. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്താണ്? കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയകളെയും ലഹരി വ്യാപനത്തെയും അടിച്ചമർത്തുന്നതിനായി കേരള ആഭ്യന്തര വകുപ്പും കേരള പോലീസും ചേർന്ന് ആരംഭിച്ച ഏറ്റവും പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട്. അപ്പോൾ ഇതിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. നമുക്കിത് എത്രത്തോളം ഓർമ്മയുണ്ടെന്ന് നോക്കാം അല്ലേ? ഇപ്പൊ തന്നെ നമുക്കൊന്ന് നോക്കാം എത്രത്തോളം നിങ്ങൾക്ക് ഇത് ഓർമ്മയുണ്ടെന്നുള്ളത്. അപ്പൊ അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത്. നോക്കാം അല്ലേ? മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോം എന്തായിരുന്നു? മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമിന്റെ പേരെന്തായിരുന്നു? പെട്ടെന്ന് കിട്ടും അല്ലെ? ജനനി ആയിരുന്നു അല്ലെ? അമ്മയുടെ പേര് മാതാവിന്റെ പര്യായമാണ് ജനനി. അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. ജനനി പെട്ടെന്ന് കിട്ടിയല്ലേ? എന്നാ അടുത്ത ചോദ്യം നോക്കിക്കോ. 2026 മെയ് മാസത്തിൽ അസം മുഖ്യമന്ത്രിയായി 2ാം തവണയും അധികാരമേറ്റത്, അസമിന്റെ മുഖ്യമന്ത്രിയായിട്ട് 2ാം തവണയും അധികാരമേറ്റത് ആരാണ്? ഒരു 3 പേരുള്ള പേരായിരുന്നു. പേരോർമ്മയുണ്ടോ? ഹിമന്ത ബിശ്വ ശർമ്മ. ഹിമന്ത ബിശ്വ ശർമ്മയാണ് 2ാം തവണയും അസമിന്റെ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റത്. അടുത്ത ചോദ്യം, ഗിഗ് തൊഴിലാളികൾക്കായി ഡിജിറ്റൽ പരാതി പരിഹാര സംവിധാനം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഗിഗ് തൊഴിലാളികൾക്കായി ഡിജിറ്റൽ പരാതി പരിഹാര സംവിധാനം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണോ? അല്ല, കർണാടകയാണ് അല്ലെ? കർണാടകയാണ് ഗിഗ് തൊഴിലാളികൾക്കായി ഡിജിറ്റൽ പരാതി പരിഹാര സംവിധാനം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ മെത്തനോൾ ഉൽപാദന പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ മെത്തനോൾ ഉൽപാദന പ്ലാന്റ് എവിടെയാണ് നിലവിൽ വരുന്നത്? ഗുജറാത്തിലാണെന്ന് ഓർമ്മയുണ്ട്. ഗുജറാത്തിലെ സ്ഥലത്തിന്റെ പേര് ഓർമ്മയുണ്ടോ? ദീൻ ദയാൽ തുറമുഖം. ദീൻ ദയാൽ തുറമുഖമാണ് കേരളത്തിലെ ആദ്യത്തെ ഗ്രീൻ മെത്തനോൾ ഉൽപാദന പ്ലാന്റ് നിലവിൽ വരുന്നത്. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ ആൽഗി ട്രീ സ്ഥാപിച്ചത് എവിടെയാണ് ആൽഗി ട്രീ സ്ഥാപിച്ചത്? ഭോപ്പാലിലാണ് അല്ലെ? ഭോപ്പാലിലെ ഏത് പാർക്കിലായിരുന്നു? സ്വാമി വിവേകാനന്ദ പാർക്കിലായിരുന്നു ആൽഗി ട്രീ സ്ഥാപിച്ചത്. ഇനി നമ്മൾ 2 അധ്യക്ഷന്മാരുടെ പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ KM ചന്ദ്രശേഖർ എന്തായിരുന്നു? കേരള സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് പഠിച്ച ധവളപത്രം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് 2026 രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ KM ചന്ദ്രശേഖർ. വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു. കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെയും മന്ത്രിമാരുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കുന്നതിന് സർക്കാർ നിയമിച്ച ഏകാംഗ കമ്മീഷന്റെ പേരെന്തായിരുന്നു? ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. ഒന്ന് ചന്ദ്രശേഖർ. ധവളപത്രം ചന്ദ്രശേഖരുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി CN രാമചന്ദ്രൻ കമ്മീഷൻ കേരള സർക്കാർ മന്ത്രിമാരുടെയും അവരുടെയൊക്കെ ശമ്പളവുമായിട്ട് ബന്ധപ്പെട്ട ഏകാംഗ കമ്മീഷനാണ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. ഒരാളാരാണ്? ഒരാളുടെ പേരെന്തായിരുന്നു? KM ചന്ദ്രശേഖർ. ഇത് ധവളപത്രവുമായിട്ട് ആരും റിലേറ്റ് ചെയ്തിരിക്കുന്നു? ചന്ദ്രശേഖർ, KM ചന്ദ്രശേഖർ. CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ എന്താണ്? ശമ്പള പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച ഏകാംഗ കമ്മീഷൻ CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. ഇനി ഇന്ത്യയിൽ ഈസ് ഓഫ് ഡൂയിങ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇന്ത്യ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന. ഇന്ത്യയിൽ ഈസ് ഓഫ് ഡൂയിങ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന ഏതാണ്? നമ്മളൊരു സംഘടനയെ കുറിച്ച് പഠിച്ചിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. നീതി ആയോഗാണ്. പക്ഷെ 2 ദിവസം കഴിയുമ്പോഴേക്കും മറന്നു പോകരുത്. അടുത്തത് നമ്മൾ 2 ഓപ്പറേഷൻസ് പഠിച്ചു. ഒന്ന്, സംസ്ഥാനത്ത് അഴിമതി തുടച്ചു നീക്കുന്നതിനായി വിജിലൻസ് ആരംഭിച്ച പദ്ധതി എന്തായിരുന്നു? പ്രോജക്റ്റ് സീറോ. കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയകളുടെയും ലഹരി വ്യാപനത്തെയും അടിച്ചമർത്തുന്നതിനായി കേരള ആഭ്യന്തര വകുപ്പും കേരള പോലീസും ആരംഭിച്ച പദ്ധതി എന്തായിരുന്നു? ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട്. ഓപ്പറേഷൻ തൂഫാനൊക്കെ അപ്പം എന്തായാലും ആരും തെറ്റിക്കത്തില്ല. കാരണം നമ്മൾ അത്രത്തോളം വൈറലായ കാര്യങ്ങളായിരുന്നല്ലോ. സമ്പൂർണ്ണ കടലാസ് രഹിതവുമായിട്ട് ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ പഠിച്ചായിരുന്നു. ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത ജുഡീഷ്യറി സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട ഏതായിരുന്നു? സിക്കിമായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത ജുഡീഷ്യൽ ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് കൽപ്പറ്റ, വയനാട്. ഇനി 2026 ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ അംഗീകാരം ലഭിച്ച കേരള സർക്കാരിന്റെ ഇന്റർനെറ്റ് പദ്ധതി ഏതായിരുന്നു? കെ ഫോണിന്റെ ഫുൾ ഫോം എന്താണ്? കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക്.
ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിച്ച നമ്മുടെ കറണ്ട് അഫയേഴ്സ്. ഇത് 2026 മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. ഈ ഒരു മാസത്തിൽ ബാക്കി കറണ്ട് അഫയേഴ്സ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. VFA ഒക്കെ എക്സാം നോക്കുന്നവർ ഇങ്ങനെ ഡെയിലി കുറച്ച് കറണ്ട് അഫയേഴ്സ് ആയിട്ട് പഠിച്ചു പോകുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ടൈമിന് ഒത്തിരി വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതിയാവും. ഇതുപോലെ പഠിച്ചാൽ മതി. പഠിക്കുന്ന കാര്യങ്ങൾ എത്രയായാലും വളരെ നീറ്റായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്